പാടി السلام عليكم ورحمة الله وبركاته. എന്താണ് എല്ലാവരും നമുക്കൊരു വാട്ടം എന്റെ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? ഉണ്ടോ? എന്തോ ഉണ്ടോ? ഓക്കെ ഇൻഷാല്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താ എടുത്തിട്ട് ജീവികളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ? പരിശുദ്ധ ഖുർആനിലെ ജീവികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അതാണ് സംഗതി. നിങ്ങളെ മുഖത്ത് ഒരു വാട്ടം കണ്ടതാണ് അല്ലേ? എന്തോ ഒന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതില്ല. ശരി, കുഴപ്പമില്ല കേട്ടോ. അത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്താ ചെയ്യാം, ഒന്ന് ചോദിക്കാം. റെഡി അല്ലേ? ടെൻഷനൊന്നും എടുക്കുന്നില്ല. നമ്മൾ പഠിച്ചതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ? അല്ലേ? ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാം. എല്ലാവർക്കും അറിയാത്തതാണല്ലേ? പരിശുദ്ധ ഖുർആനിലെ ഒരു ജീവിയുണ്ട്. ആ ജീവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ലോയൽറ്റിക്ക് പേര് കേട്ട ജീവിയാണ്. ഭയങ്കര വിശ്വസ്തതയുള്ളൊരു ജീവിയാണ്. പരിശുദ്ധ ഖുർആനിലെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലേ? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ആ ആളുകൾ ഗുഹയിൽ കുടുങ്ങിയപ്പോ അവരുടെ കൂടെ ഒരു ജീവി ഉണ്ടായിരുന്നു. അതേതാ ജീവി അറിയോ? കെൽബാണല്ലേ? മാഷാ അല്ലാഹ്, പൂച്ച എരിഞ്ഞുള്ളത് എന്താ കെൽബാണല്ലേ? പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് പറഞ്ഞതെന്ന് അറിയോ? സൂറത്തുൽ കഹ്ഫിലെ 18-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്യോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വതഹ്സബുഹും അയ്ഖാദൻ വഹും റുഖൂദ് വനുഖല്ലിബുഹും ദാതൽ യമീൻ വദാതൽ ശിമാൽ വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽവസീദ് ലൗ ഇത്ലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറൻ വലമലഅത മിൻഹും റഅബാ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക് യാ റഹ്മാൻ. ഉഷാറായില്ലേ? നായയെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? ആടും പൂച്ചയൊന്നും അല്ലാതെ. ശരി ഉസ്താദ്, മറ്റൊരു ചോദ്യം ചോദിക്കട്ടോ. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഇതൊരു പക്ഷിയെ കുറിച്ചാണ്. ശ്രദ്ധിച്ച് കേൾക്കട്ടെ എല്ലാവരും. ഇതൊരു പക്ഷിയെ കുറിച്ചാണ്. പക്ഷെ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത എന്താ പറയുക, എപ്പോഴും ഒരു പ്രവാചകന്റെ കൂടെ നടക്കുന്ന ഒരു പക്ഷിയാണ്. ആ പ്രവാചകന്റെ മെസ്സഞ്ചർ ആയിട്ടും റിപ്പോർട്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ജോലിയായിരിക്കും ഈ പക്ഷിക്ക്. അതേതാ പക്ഷി എന്ന് അറിയുന്നത്? ഒരിക്കലും സത്യം തന്നെ. നേരിട്ടുള്ള പറയുന്നത് ഏതായിരുന്നു? ഹുദ്ഹുദാണ്. മാഷാ അല്ലാഹ്. ഏത് സൂറത്തിലാണ് ഹുദ്ഹുദിനെ പറ്റി പറഞ്ഞേ? സൂറത്തുൽ നംലിലെ 20-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, അതൊന്ന് ഖിറാഅത്ത് ചെയ്യോ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. മാഷാ അല്ലാഹ്, മുംതാസ യാ ഹുസ്ന. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ശരി, അപ്പോൾ ഉസ്താദ് ഷാനായിട്ട് പറഞ്ഞല്ലേ? ഇനി ഒരു പക്ഷി തന്നെയാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ്. പക്ഷെ ആ പക്ഷിയുടെ പ്രത്യേകത എന്താ പറയുക, അത് വേറെ ഒരു പക്ഷിയല്ല. ആ പക്ഷി ഒരു ടീച്ചറാണ്. ഒരു ടീച്ചറാണ് ആ പക്ഷി. മനുഷ്യരെ ഒരു കാര്യം പഠിപ്പിക്കാനും വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു പക്ഷിയാണ്. അതേതാ പക്ഷി? കാക്കനെ. കാക്കണോ? മാഷാ അല്ലാഹ്. അതെ, പരിശുദ്ധ ഖുർആനിൽ എവിടെ പറഞ്ഞതെന്ന് അറിയോ? എനിക്കറിയാം. എവിടെ പറഞ്ഞത്? സൂറത്തുൽ മാഇദയിൽ 31-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദയിലെ 31 അല്ലേ? മാഷാ അല്ലാഹ്, ഒന്ന് ഓതി കേൾക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅ
രണ്ട് മക്കളുണ്ടായിരുന്നല്ലേ? ആരൊക്കെയായിരുന്നു? ഹാബീലും ഹാബീലും. അവര് തമ്മിൽ അടികൂടി ഒരാൾ മരിച്ചുല്ലേ? ആര് മരിച്ചേ? ഹാബീൽ മരിച്ചുല്ലേ? അപ്പൊ എന്താ ചെയ്തത്? ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലേ ഈ മയ്യത്ത്? അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പടച്ചോനൊരു ഖുർആനിൽ ഇറക്കില്ലേ? മാഷാ അല്ലാഹ്. ശരി, ഇപ്പൊ എല്ലാരും ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് പ്രയാസപ്പെട്ട ഈ ചോദ്യം വേണോ? വേണ്ടേ? ശരി, ഈ ചോദ്യം എടുത്താ ഉസ്താദ് എന്ത് ചെയ്യാ? ഒരു ചെറിയ ടാസ്ക് തരാം കേട്ടോ. ഒരു 2 വരി ഉസ്താദ് പാട്ട് പാടിക്കും. ഓക്കെ? ആ പാട്ടിൽ എന്തുണ്ടാവും അറിയോ? 1 or 2 ജീവികളുടെ പേരുണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ആ ജീവിയുടെ പേരറിയുന്നവരും അത് പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത് എന്ന് അറിയുന്നവര് കയ്യും ഉയർത്തിയിട്ട് പറയണം. റെഡിയല്ലേ? പാട്ട് റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവസം പരിപൂർണ്ണ റസൂലുള്ളാഹ് പിറന്നതും ഇവിടം. നിസാഇന്റെ കവിതകൾ ഉറവിട്ട ദിവിടം. മസ്നവി ഉറവയാം അറബിക്ക് കിരീടം. തൊടുത്ത സൈതൂൻ മരത്തിന്റെ കനികളും ചെറാതെന്ന കിളികളും ചൂടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒത്തിര വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിരുന്നു. കേട്ടോ? പാട്ട് കേട്ടോ? അതിൽ 1-2 ജീവികളെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലേ? ഏതാണ് ജീവി എന്നറിയോ? ഏതാണ്? ഒന്ന് മാഷാ അല്ലാഹ്, ഒന്ന് ചെറാട് പറഞ്ഞില്ലേ? ചെറാട് എന്ന കിളികളും. ശരി, ചെറാടിനെ എവിടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞേ? മാഷാ അല്ലാഹ്, സൂറ അഅറാഫിൽ 133 ഒന്ന് നോക്കോ? أعوذ بالله من الشيطان الرجيم فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. മാഷാ അല്ലാഹ്, മുംതാസ് യാ നസ്മീർ. അതില് വേറെ 1-2 ജീവികളെ കൂടി പഠിച്ചിട്ടുണ്ടല്ലേ ആ ആയത്തില്? അതേതായിരുന്നു അറിയോ? തേനും തവളയും. മാഷാ അല്ലാഹ്, പേനിനെ കുറിച്ചും തവളയെ കുറിച്ചും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? ബറക്കല്ലാഹ്. ശരി, അതുപോലെ തന്നെ ഉസ്താദ് പാടിയ പാട്ടില് വേറൊരു ജീവിയെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേതായിരുന്നു? ആർക്കല്ലോ? ഒട്ടകമല്ല. ഏതായിരുന്നു? ഒട്ടകം. ഒട്ടകത്തിനെ പറഞ്ഞില്ലേ? ഒട്ടകങ്ങൾ. ശരി, അത് എവിടെ ഖുർആനിൽ പറഞ്ഞേ? സൂറത്തുൽ ഖാശിയയിലെ 17-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഓതി കേൾക്കട്ടെ. أعوذ بالله من الشيطان الرجيم أفلا ينظرون إلى الإبل كيف خلقت. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു യാ റഹ്മാൻ. ശരി, ഒട്ടകത്തിനെ എന്തിനായിരുന്നു റസൂൽ സ്വഹാബത്തിനെ ഉപയോഗിച്ചിരുന്നത്? എന്തിനായിരുന്നു? യുദ്ധത്തിന് പോകുമ്പോൾ റസൂൽ സ്വഹാബത്തിനെ ഒട്ടകത്തിന് ഉപയോഗിച്ചു. അതുപോലെ റസൂൽ ഉപയോഗിച്ച മറ്റൊരു ജീവി കൂടി ഉണ്ട് അല്ലേ? ഒട്ടകത്തിന് പോകുമ്പോ ഏതായിരുന്നത്? ആന റസൂൽ കൊണ്ടിരിക്കണം ഒട്ടകത്തിന്. ആ, കുതിരയാണല്ലേ? മാഷാ അല്ലാഹ്, ബെന്യാമിൻ, കുതിരനെ കൊണ്ടുപോയത് അല്ലാതെ ആനൊന്നും കൊണ്ടുപോയില്ല റസൂൽ. എന്താണ്? ശരി, എവിടെയാ പറഞ്ഞത് ഖുർആനില്? സൂറത്തുൽ നഹലിലെ 8-ാമത്തെ ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഓതി കേൾക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക് യാ ബെന്യാമിൻ. ല്ലേ? അങ്ങനെ റസൂൽ സ്വഹാബത്തിനെ ഒട്ടകത്തിന് മാത്രമല്ല കൊണ്ടുപോയത്, കുതിരയിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? ശരി, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എല്ലാവരും. ഏതോ ഒരു പ്രവാചകൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സുലൈമാൻ
നടന്നു പോകുന്നുണ്ട്. ആ നടന്നു പോകുന്ന സന്ദർഭത്തില് ഒരു ചെറിയ ജീവി എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സുലൈമാൻ നബി ഫ്രണ്ട്സും ഇങ്ങനെ നടന്നു വരുമ്പോ ഈ ജീവി പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? ഓടിക്കോളിടാ, സുലൈമാൻ നബി കൂട്ടുകാർ വരുന്നുണ്ട്, ചവിട്ട് കൊള്ളാതെ വേഗം പോയിക്കൊള്ളി എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? പറഞ്ഞില്ലേ? ഒന്നുമില്ലേ? അതേതായിരുന്നു ജീവി? ഉറുമ്പാണല്ലേ? മാഷാ അല്ലാഹ്. ആ ഉറുമ്പിനെ കുറിച്ച് എവിടെയാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ? എവിടെ? മാഷാ അല്ലാഹ്. ഒന്ന് കിറാത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ രണ്ട് ജീവിനെ കുറിച്ചോ എങ്കിലും അറിയോ? ഏതൊക്കെയാണ്? ആനയും തിമിംഗലത്തിനെ കുറിച്ചു അല്ലേ? മാഷാ അല്ലാഹ്. വലിയ ജീവികളാണ്. എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഖുർആനിലെ? ആന സൂറത്തുൽ ഫീൽ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞു. മാഷാ അല്ലാഹ്. ഒന്ന് ഓതി കേൾക്കട്ടെ. ഓക്കെ, അതൊന്ന് ഓതി കേൾക്കട്ടെ. ഭൂത്തിലെ തെമീകലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെമീകലത്തിന്റെ വായിൽ പോയിട്ടുള്ള ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഏതായിരുന്നു? ശരി, ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചോദ്യം ചോദിക്കട്ടോ. എല്ലാവർക്കും ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഏത് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടം? എല്ലാവർക്കും മട്ടൻ ബിരിയാണി ഇഷ്ടം. ആടിനെ കുറിച്ച് എന്നാലേ പരിശുദ്ധ ഖുർആൻ എവിടെയാണ് പറഞ്ഞിട്ടുണ്ടല്ലേ? അതെവിടെ പറഞ്ഞത്? ആരെങ്കിലും അറിയോ? എവിടെ പറഞ്ഞത്? സൂറത്തുൽ അംബിയായിലെ 78-ാമത്തെ മാഷാ അല്ലാഹ്. ഒന്ന് ഓതി കേൾക്കട്ടെ. ശരി, മൂസാ നബിയുടെ ചരിത്രം എല്ലാവർക്കും അറിയില്ലേ? മൂസാ നബിയെ ഫിറോനും കൂട്ടാളികളും എന്ത് ചെയ്തു? ഇങ്ങനെ കളിയാക്കാനായിട്ട് തുടങ്ങിയില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? മൂസാ നബിയോട് പറഞ്ഞു, എന്തെങ്കിലും പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും മിറാക്കിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ? അപ്പൊ മൂസാ നബി എന്താ ചെയ്തത്? കയ്യിലെന്തൊരു വടി താഴെ ഇട്ടു. അപ്പൊ താഴെ ഇട്ടപ്പോ ആ വടി എന്തോ ആയി മാറിയിട്ടുണ്ടല്ലേ? എന്തായി മാറിയത്? പാമ്പായിട്ട് മാറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ ആ പാമ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ആർക്കും അറിയാം? അറിയോ? മാഷാ അല്ലാഹ്. എവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ? മാഷാ അല്ലാഹ്. ഒന്ന് ഓതി കേൾക്കട്ടെ. ശരി, ഇതുപോലെ തന്നെ നമ്മള് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആർക്കിടെക്റ്റിനെ പരിചയപ്പെട്ടു.
വലിയ ബലമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തകർന്നു പോണ വീടാണ്. അതേതാ ജീവി? ആ ആർക്കിടെക്ട് ഏതാ അറിയില്ല? ആർക്കും അറിയില്ലേ ആ ആർക്കിടെക്ട് ഏതാ? ചെലന്തിയാണ്. ഇഷ്ടം പറഞ്ഞു ഓർമ്മയില്ല. അപ്പോ ചെലന്തി അല്ലേ ആ ആർക്കിടെക്ട്? ശരി, എവിടെയാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞേ? മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്തേ. ആ കേൾക്കട്ടെ. ഒരു ഈയാമ്പാറ്റയെ കുറിച്ച് പറയുന്നില്ലേ? ഈയാമ്പാറ്റ അതെവിടെയാ പറഞ്ഞത്? ആർക്കെങ്കിലും അറിയോ ഈയാമ്പാറ്റയെ കുറിച്ചിട്ട്? പരിശുദ്ധ ഖുർആനിൽ ആർക്കറിയാം? അറിയോ? എവിടെയാ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ? മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്തേ. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് പ്രവാചകന്മാരെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരുപാട് പ്രവാചകന്മാരെ പറ്റിയിട്ട് സൂറത്തുണ്ട് ഇല്ലേ? ഏതൊക്കെ സൂറത്തെന്ന് അറിയോ? കശ്മീർക്ക് അറിയോ ഏതൊക്കെ സൂറത്തുകളുള്ളത്? ആ ഇബ്രാഹിം, സൂറ ഇബ്രാഹിം. ഇക്രിമക്ക് അറിയോ? നൂഹ്. പിന്നെ മാഷാ അല്ലാഹ്, ഇവിടെ ആർക്കെങ്കിലും അറിയോ? സൂറ മുഹമ്മദ്. ആ യൂസുഫ്. മാഷാ അല്ലാഹ്, അങ്ങനെ ഒരുപാട് സൂറത്തുകളുണ്ട് അല്ലേ? പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് പ്രവാചകന്മാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് പ്രവാചകന്മാരെ പറ്റിയിട്ടല്ലേ? പ്രവാചകന്റെ പേരിലാണോ? അല്ല, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് എന്തിന്റെ പേരിലാണ്? ബഖറയാണല്ലേ? മാഷാ അല്ലാഹ്, ബഖറയെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കാ പറയാൻ കഴിയുക? ബഖറ പറയാൻ കഴിയുമോ? ഏത് സൂറത്തിൽ ബഖറയിലെ എത്രാമത്തെ ആയത്താ? ബഖറയിനകത്തുള്ള 67th ആയത്ത്. മാഷാ അല്ലാഹ്, ഒന്ന് ഖിറാഅത്ത് ചെയ്തേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا وتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ശരി, ഇനി ഉസ്താദ് അവസാനമായിട്ട് ചോദ്യം ചോദിക്കാം കേട്ടോ. യൂസുഫ് നബി അലൈഹിസ്സലാമയെ സഹോദരങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മുട്ടക്കിണറ്റിലിട്ടു അല്ലേ? ഇല്ലേ? അപ്പോ അവര് വന്നിട്ട് പിതാവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഏതോ ഒരു ജീവി എന്റെ യൂസുഫ് അലൈഹി ഇസ്ലാമിയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലേ? ഏത് ജീവിയാ? ചെന്നായല്ലേ? ആ ചെന്നായെ പറ്റിയിട്ട് ആർക്കാ അറിയാം? ഖുർആനിൽ പറഞ്ഞത് മാഷാ അല്ലാഹ്, എവിടെ പറഞ്ഞത്? യൂസഫിലെ 13-ാമത്തെ. മാഷാ അല്ലാഹ്,
كذبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. മാഷാ അല്ലാഹ്, മുംതാസ് യാ ഹയാ. ശരി, ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? എന്തിനൊക്കെ പേടിക്കണേ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചോദ്യം ചോദിക്കാൻ വരുന്ന എന്തിനെങ്കിലും പേടിക്കൊന്നും ചെയ്യരുത് കേട്ടാ. ഓക്കെ, അർഹത്തായില്ലേ? ശരി, പരിശുദ്ധ ഖുർആനിലെ പഠിച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ജീവികളെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? രണ്ട് കാലിൽ നടക്കുന്നതും വയറുകൊണ്ട് നടക്കുന്ന ജീവികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാ വയറുകൊണ്ടൊക്കെ നടക്കുന്ന ജീവികൾ? പാമ്പ്. പാമ്പ് പോലുള്ള ഏജന്റുകൾ അല്ലേ? രണ്ട് കാലിൽ നടക്കുന്ന ജീവികളുണ്ട് അല്ലേ? മനുഷ്യരെ പോലുള്ള നാല് കാലിൽ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചോൻ എന്തിനാണ് സംവിധാനിച്ചത്? പഠിച്ചോൻ ഇഷ്ടം പോലെ പഠിച്ചോൻ എന്ത് ചെയ്യും? ഓരോ വസ്തുക്കളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരി, വെല്ലടിച്ചു നോക്കുകയാണല്ലേ? വെല്ലടിച്ച് കഴിഞ്ഞ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം കുറേ ആൾക്കാരായി നോക്കുന്നുണ്ട്. ശരി, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പുതിയ ടാസ്ക് ചെയ്ത് വരട്ടോ. അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.